അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. ദൈവമില്ലെന്ന് മൂഢൻ ഹൃദയത്തിൽ പറയുന്നു. തങ്ങളുടെ ദുഷ്ടതയാൽ അവർ അത്യന്തം ക്ഷയിച്ചു. നന്മ ചെയ്യുന്നവരാരുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമില്ലെന്ന് മൂഢൻ ഹൃദയത്തിൽ പറയുന്നു. തങ്ങളുടെ ദുഷ്ടതയാൽ അവർ അത്യന്തം ക്ഷയിച്ചു. നന്മ ചെയ്യുന്നവരാരുമില്ല. ജ്ഞാനിയും ദൈവത്തെ തേടുന്നവനുമുണ്ടോ എന്നറിയാൻ കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യരെ വീക്ഷിക്കുന്നു. എല്ലാവരും വ്യതിചലിച്ചിരിക്കുന്നു, ഒന്നടങ്കം ദുഷിച്ചിരിക്കുന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുവൻ പോലുമില്ല. ദുഷ്കർമ്മികൾ എന്റെ സ്വരത്തെ അപ്പം പോലെ തിന്നൊടുക്കുന്നു. അവരാരും ഇത് അറിയുന്നില്ല. ദൈവത്തെ അവർ വിളിച്ചപേക്ഷിക്കുന്നില്ല. അകാരണമായി അവർ അത്യധികം ഭയപ്പെട്ടു. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരുടെ അസ്ഥികൾ ദൈവം ചിതറിക്കും. ദൈവം അവരെ നിരസിച്ചതിനാൽ അവർ ലജ്ജിച്ചു. സിഹിയോനിൽ നിന്ന് ഇസ്രായേലിന് ആര് രക്ഷ തരും? കർത്താവ് തന്റെ ജനത്തിന്റെ അടിമത്തം നീക്കുമ്പോൾ യാക്കോബ് ആഹ്ലാദിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. ദൈവമേ, അങ്ങയുടെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ. അങ്ങയുടെ പ്രഭാവത്തിൽ എന്നെ വിധിക്കണമേ. ദൈവമേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്റെ അപേക്ഷ ചെവിക്കൊള്ളണമേ. അപരിചിതർ എനിക്കെതിരായി നിൽക്കുന്നു. ശക്തർ എന്റെ ജീവൻ തേടുന്നു. അവർ അങ്ങേ പരിഗണിക്കുന്നില്ല. ദൈവം എന്റെ സഹായകനാകുന്നു. കർത്താവ് എന്റെ ജീവന്റെ സംരക്ഷകനാകുന്നു. കാഴ്ചവസ്തു ഞാൻ അങ്ങേക്ക് ബലിയർപ്പിക്കും. കർത്താവേ, അങ്ങ് നല്ലവനാകയാൽ തിരുനാമം ഞാൻ പുകഴ്ത്തും. എല്ലാ ദുരിതങ്ങളിൽ നിന്നും അങ്ങ് എന്നെ വീണ്ടെടുത്തു.
എന്റെ ശത്രുക്കളെ എന്റെ കണ്ണുകൾ കാണുകയും ചെയ്തു. ദൈവമേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്റെ അപേക്ഷ നിരസിക്കരുതേ. എന്നെ ശ്രവിച്ച് എനിക്ക് ഉത്തരമരുളണമേ, എന്റെ നിലവിളി കേൾക്കണമേ. എന്തുകൊണ്ടെന്നാൽ എന്റെ ശത്രുക്കൾ എനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു, ദുഷ്ടന്മാർ എന്നെ ഞെരുക്കുന്നു. ഭയം എന്നെ ഗ്രസിച്ചിരിക്കുന്നു, മരണത്തിന്റെ നിഴൽ എന്നെ മൂടിയിരിക്കുന്നു. മാടപ്രാവിൻ്റെതുപോലുള്ള ചിറകുകൾ ലഭിച്ചിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി ദൂരെ വസിക്കുമായിരുന്നു. പറന്നു ചെന്ന് ഞാൻ വനത്തിൽ പാർക്കുമായിരുന്നു, കൊടുങ്കാറ്റിൽ നിന്ന് രക്ഷിക്കുന്നവനെ കാത്തിരിക്കുമായിരുന്നു. നഗരത്തിൽ അതിക്രമവും കലഹവും ഞാൻ കണ്ടു. കർത്താവേ, അവരുടെ നാവുകൾക്ക് കടിഞ്ഞാണിടണമേ. അവർ രാവും പകലും കോട്ടമതിലിനെ ചുറ്റി നടക്കുന്നു. പട്ടണത്തിൽ അധർമ്മവും അക്രമവും ചതിയും മാത്രം. തെരുവീഥിയിൽ നിന്ന് ദുഷ്ടതയും വഞ്ചനയും വിട്ടുമാറുന്നില്ല. ശത്രുവാണ് എന്നെ നിന്ദിച്ചതെങ്കിൽ ഞാനത് പൊറുക്കുമായിരുന്നു. വിരോധിയാണ് മറുതലിച്ചതെങ്കിൽ ഞാൻ ഓടി ഒളിക്കുമായിരുന്നു. എന്നാൽ എന്നെ പോലെ ഒരുവനും എന്റെ സ്നേഹിതനും അയൽക്കാരനുമായ നീയാണല്ലോ എന്നോടിത് ചെയ്തത്. നമ്മൾ ഐക്യത്തിൽ വ്യാപരിച്ചിരുന്നപ്പോൾ ദേവാലയത്തിൽ ഒരുമിച്ച് ഭക്ഷിക്കുമായിരുന്നു. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, അവിടുന്ന് എന്നെ രക്ഷിക്കും. സായാഹ്നത്തിലും പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും ഞാൻ ധ്യാനിക്കുകയും പറയുകയും എന്റെ സ്വരമുയർത്തുകയും ചെയ്യും. എന്നോട് കാപട്യം കാണിക്കുന്നവരിൽ നിന്ന് അങ്ങ് എന്നെ രക്ഷിക്കണമേ, കാരണം അവർ ശണ്ട കൂടുന്നവരാണ്. യുഗങ്ങൾക്ക് മുമ്പേയുള്ള ദൈവമേ, എന്നെ ശ്രവിക്കണമേ, അവരെ എളിമപ്പെടുത്തണമേ. അവർക്കൊരു മാറ്റവുമില്ല, അവർ ദൈവത്തെ ഭയപ്പെടുന്നുമില്ല. അയൽക്കാരനെതിരെ അവർ കരമുയർത്തുന്നു, അവനുമായുള്ള ഉടമ്പടി അവർ ലംഘിക്കുന്നു. അവന്റെ മുഖത്തെ കോപവും ഹൃദയത്തിലെ രോഷവും അവരെ അസ്വസ്ഥരാക്കുന്നു. അവന്റെ വാക്കുകൾ തൈലത്തേക്കാൾ മയമുള്ളതാകുന്നു, എന്നാൽ അവ അസ്ത്രമുനകളാകുന്നു. നിന്റെ ആകുലത കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ പരിപാലിക്കും. നീതിനിഷ്ഠർ ചഞ്ചലചിത്തരാകാൻ അവിടുന്ന് ഒരിക്കലും അനുവദിക്കുകയില്ല. ദൈവമേ, എന്റെ ന്യായവിധി അങ്ങയെ ഞാൻ ഭരമേൽപ്പിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ജീവിതാന്തത്തെ പറ്റി ഓർക്കുക, നീ പാപം ചെയ്യുകയില്ല. നിരവധിയാം നിൻ തിന്മയ്ക്കെല്ലാം അറുതി വരുത്താൻ എന്നാത്മാവേ ഉണരൂ നീ. കള്ളന് തുല്യം മൃതി വന്നണയും അന്തിമനാളിൻ ചിന്തയുണർത്തുക അതിവേഗം. കരുതിയിരിപ്പു ഭീതി വളർത്തും ശിക്ഷാവിധി നിന്നന്ത്യത്തിൽ. മരണാനന്തര ലോകത്തിൽ അനുതാപം തുണയേകില്ല, മിഴിനീർഫലമിവിടേകില്ല. യാചിക്കാൻ കരമുയരില്ല, അനുതാപത്തിൻ അവസരമേ ജീവിതകാലത്തെന്നതിനാൽ വേഗമൊരുങ്ങിടൂ. അലസതയൊരുവനെ ഗാഠനിദ്രയിലാഴ്ത്തുന്നു. ജാഗ്രതയാർന്ന മനസ്സേ നീ ആത്മാവിനെ നിദ്രയിൽ നിന്നും ഉണർത്തിയിടൂ.
പാപഭരത്താൽ നിദ്രയിലാഴും മർത്യാത്മാവിൻ അലസതയാകെ അകറ്റിയിടും. യാതൊരു ധനവും കൈകളിലില്ല, ധൂഴിയിലന്നു പിറന്നു നീ. മരണദിനത്തിൽ ധനമൊന്നും നിന്നുടെ കൂടെ പോരില്ല. അലസത വിട്ടി നാളുകളിൽ നന്മകളേറെ ചെയ്തിടൂ. നാഥനോടേറ്റു പറഞ്ഞിടൂ, ക്ഷമ തന്നുരവാം കർത്താവേ, കനിയണമെന്നിൽ നീ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ശിക്ഷകൾ ഞങ്ങൾ കേകിനിതാന്തം കർത്താവേ, നീ ഞങ്ങളെ നിന്നോട് ചേർക്കുന്നു. തിന്മയിൽ നിന്നും അകന്നു വസിക്കാൻ സൃഷ്ടികളഖിലം പ്രേരണയേകുന്നെന്നാളും. ഭൂമി കുലുങ്ങി ദാരിദ്ര്യത്തിൽ മുറവിളി മാറ്റൊലി കൊള്ളുന്നു. സ്ലീവാ തന്നിൽ ക്രൂശിതനാം ആശ്വാസപ്രദനീശോയെ, തിന്മകളാൽ അതികലുഷിതമാം ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ. പാപികളെങ്കിലും ഇവരിൽ നിൻ വദനപ്രഭ നീ തൂകണമേ, രക്ഷ പകർന്നിടണേ. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം, ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ. കരുണാമയനാം കർത്താവേ, ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ. സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ. ഒരുമയുടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവീശോ മിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ. ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയഴും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാദ്രികത്തിനനുസൃതമായി എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാദ്രികത്തിനനുസൃതമായി എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എന്റെ അപരാധം നിശേഷം കഴുകിക്കളയണമേ. പാപങ്ങളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. എന്തുകൊണ്ടെന്നാൽ എൻ്റെ തെറ്റുകൾ ഞാൻ അറിയുന്നു.
എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട്. അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി. അങ്ങയുടെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. അങ്ങയുടെ വചനങ്ങൾ നീതിയുക്തമാകുന്നു. അങ്ങയുടെ വിധികൾ വിജയിക്കുന്നു. പാപത്തോടെയാണ് ഞാൻ പിറന്നത്. ഉത്ഭവം മുതലേ ഞാൻ പാപിയാകുന്നു. അങ്ങ് സത്യത്തിൽ പ്രസാദിച്ചു. അങ്ങയുടെ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി. സോപ്പാ കൊണ്ട് എന്നെ തളിക്കണമേ, ഞാൻ ശുദ്ധിയുള്ളവനാകും. അതിലെന്നെ കഴുകണമേ, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. ദുരയുടെ ഭീകരഭാരത്താൽ അനുദിനമുയരും സമരത്താൽ തളരുന്നു ഞാൻ കർത്താവേ, സദയം നീ തുണയേകണമേ. നശ്വര ജീവിത വേളയിൽ തിന്മകൾ മാത്രം നേടി ഞാൻ പാപം ചെയ്തു നിരാകൃതനാം എന്നിൽ നാഥ കനിയണമേ. വിധിയാളൻ തൻ സവിധത്തിൽ വിധവ വിളിച്ചു കരഞ്ഞതുപോൽ കർത്താവേ നിൻ കരുണയ്ക്കായി വിവശതയാർന്നു വിളിപ്പു ഞാൻ. അനുതാപത്താൽ ഒരുകുന്നോൻ അഭയം നൽകും കർത്താവേ, ദീനതയേറിടുമെന്നെ നീ തൃക്കൺ പാർക്കണമലിവോടെ. പാപികളോടു കനിഞ്ഞവനെ കനിയണമേ എൻ മിഴിനീരിൽ, പാപക്കറകളകറ്റണമേ, നേർവഴി തന്നിൽ ചേർക്കണമേ. താതനും അതുപോലാത്മജനം റൂഹായ്ക്കും സ്തുതി ഉയരട്ടെ, ആദ്യം മുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ഞാനിപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത്, അതോ ദൈവത്തിൻ്റെതാണോ? അഥവാ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ഞാൻ യത്നിക്കുകയാണോ? ഞാൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനാവുകയില്ലായിരുന്നു. സഹോദരരെ, ഞാൻ പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. എന്തെന്നാൽ മനുഷ്യനിൽ നിന്നല്ല ഞാനത് സ്വീകരിച്ചത്, ആരും അതെന്നെ പഠിപ്പിച്ചതുമില്ല. യേശുക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെയാണ് അതെനിക്ക് ലഭിച്ചത്. മുൻപ് യഹൂദമതത്തിൽ ആയിരുന്നപ്പോഴത്തെ എൻ്റെ ജീവിതത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിൻ്റെ സഭയെ കഠിനമായി പീഡിപ്പിക്കുകയും അതിനെ ഉന്മൂലനം ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്തിരുന്നു. എൻ്റെ വംശത്തിൽപ്പെട്ട സമപ്രായക്കാരായ അനേകരേക്കാൾ യഹൂദമത കാര്യങ്ങളിൽ ഞാൻ മുൻപന്തിയിലായിരുന്നു. എൻ്റെ പിതാക്കന്മാരുടെ പാരമ്പര്യങ്ങളിൽ അത്യധികം തീക്ഷ്ണമതിയുമായിരുന്നു. എന്നാൽ ഞാൻ മാതാവിൻ്റെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു. തൻ്റെ കൃപയാൽ അവിടുന്ന് എന്നെ വിളിച്ചു. അത് അവിടുത്തെ പുത്രനെ പറ്റി വിജാതിയരുടെ ഇടയിൽ പ്രസംഗിക്കാൻ അവനെ എനിക്ക് വെളിപ്പെടുത്തി തരേണ്ടതിനായിരുന്നു. ഞാനൊരു മനുഷ്യൻ്റെയും ഉപദേശം തേടാൻ നിന്നില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സത്യത്തോട് മറുതലിക്കുന്ന ഞങ്ങളുടെ ദുഷ്ടതയും അനീതിയും നിമിത്തം ജ്വലിച്ചിരിക്കുന്ന നിന്റെ കോപത്തെ ഞങ്ങളെ ശിക്ഷിക്കരുതെന്ന് കർത്താവേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിന്നെ അറിഞ്ഞ് സ്നേഹിച്ച് സ്തുതിക്കുന്നതിനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ നന്ദിഹീനരും വ്യർത്ഥവിചാരങ്ങളിൽ വ്യാപൃതരുമായി ഹൃദയം അന്ധകാരപൂർണമാക്കിയിരിക്കുകയാൽ ഞങ്ങളുടെ പാപമാലിന്യങ്ങൾ മായ്ക്കണമെന്ന് കർത്താവേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. അഹങ്കാരത്താൽ ബോഷരായി തീർന്ന് വിഗ്രഹാരാധനയ്ക്കും ചെടികാഭിലാഷങ്ങൾക്കും അടിമകളായി സൃഷ്ടാവിനേക്കാൾ സൃഷ്ടികളെ സ്നേഹിച്ച് തെറ്റിലകപ്പെട്ട ഞങ്ങളെ ധൂർത്തപുത്രനെ പോലെ സ്വീകരിക്കുമാറാകണമെന്ന് കർത്താവേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ.
അസൂയ, ക്രമം, വഞ്ചന, പരദൂഷണം മുതലായ തിന്മകൾ കടിമപ്പെട്ട് വിചാരവും അനുസരണവും ക്ഷണബോധവും ഇല്ലാത്തവരായി തീർന്ന ഞങ്ങളെ തൃക്കൻ പാർക്കണമെന്ന് കർത്താവേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വന്തം തെറ്റുകൾ കാണാതെ അന്യരുടെ കണ്ണിലെ കരടു നീക്കാൻ വെമ്പൽ കൊള്ളുന്ന ഞങ്ങൾക്ക് സ്വന്തം പരിമിതികളെയും കുറവുകളെയും കുറിച്ചുള്ള ബോധം തരാൻ കനിവുണ്ടാകണമെന്ന് കർത്താവേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവൻ്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർലയോ പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ രക്ഷകനായ മിശിഹായെ, നിന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുത്ത സഭയ്ക്ക് സമാധാനം നൽകുകയും നിന്റെ മഹത്വപൂർണമായ പ്രത്യക്ഷീകരണത്തിൽ ഞങ്ങളെ നീതിമാന്മാരോടൊത്ത് നിന്റെ വലത്തുഭാഗത്ത് നിർത്തുകയും ചെയ്യണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളെ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും